പ്രൈസ് ദി ലോർഡ്. ഇന്ന് പരിശുദ്ധ തൃത്വത്തിന് തിരുനാളാണ്. പരിശുദ്ധ തൃത്വം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംശയിക്കുന്നുണ്ടായിരിക്കും. നമ്മളിങ്ങനെ ഒന്നിനകത്ത് എങ്ങനെ മൂന്ന് വരുന്നത്, ഒരു ദൈവമല്ലേ ഉള്ളൂ, അത് മൂന്നാളെങ്ങനെ വരുന്നത്, മൂന്നാളെങ്ങനെ ഒന്നാവുന്നത്, ഒന്നെങ്ങനെ മൂന്നാവുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അതിങ്ങനെ ശരിയാവുന്നത്, ഒന്ന് മൂന്ന് പോകുന്നത് മൂന്ന് ഒന്നാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ച് എന്താണ് ഈ സാധനം എന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ നമ്മൾ വേസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനെങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും തെളിവുകളും ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ട് എന്തിനാണ് ചിന്തിക്കുന്നത്? എന്തിനെങ്ങനെ കോംപ്ലക്സ് ആയി ചിന്തിച്ച് ആ നേരത്ത് അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്തെ നമുക്കിങ്ങനെ ഓരോ പ്രാർത്ഥനകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമുക്കങ്ങ് പ്രാർത്ഥിക്കാൻ മേലെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് മൊത്തം വിഷയമാക്കുന്നത്? പണ്ട് കുപ്പർത്തേന പുണ്യാളനോട് ഒരു മെത്രാൻ ചോദിച്ചു, എന്താണിത്, ഇത് മൂന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം കുപ്പർത്തേന പുണ്യവാളൻ ഒരു മണ്ടനാണ്. കുപ്പർത്തേന ഒരു കമ്പിളിപ്പപ്പെടുത്തിട്ട് കുപ്പർത്തേന പറഞ്ഞു, ഇത് സിംഗിൾ ദൈവം. അതിന് കുപ്പർത്തേന അത് മൂന്നാക്കി മടക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് മൂന്നാളുണ്ട്, ഈ കമ്പിളിപ്പോകത്തിൽ 3 മടക്കുള്ളതുപോലെ 3 ആളുണ്ട് എന്ന് പറഞ്ഞു. അത്രയാണത് ഭയങ്കര കൺവിൻസിങ് ആയി. നമ്മൾ വിശ്വാസങ്ങൾ വിശ്വസിക്കാനുള്ളതാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നാൽ ആ വിശ്വാസത്തിനകത്തുള്ള കൃപ നമുക്ക് നഷ്ടമാവും. ആ വിശ്വാസത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന കൃപ അത് നമ്മുടെ കയ്യിൽ നഷ്ടമാവും. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഇതിനകത്ത് ഒറ്റ പ്രാർത്ഥനയിൽ ഈ 3 പവറും കൂടെ നമുക്ക് കിട്ടണം. ഈ ശക്തമായി പ്രാർത്ഥിക്കാൻ പറ്റണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അതിൻ്റെ സമഗ്രതയിലാവുക. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ആ ഒരു തീരുമാനം നമുക്ക് ഇന്നത്തെ ദിവസം, ഈ തൃത്വത്തിൻ്റെ ദിവസം എടുക്കാം. CCCക്കകത്ത് പറയുന്നു, ദൈവ വ്യക്തികൾ അവർ എന്തായിരിക്കുന്നുവോ അതിൽ വേർപെടുത്താനാവാത്തവരാണ്. അവർ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിലും വേർപെടുത്താനാവാത്തവരാണ്. എങ്കിലും ഏകൈക ദൈവിക പ്രവർത്തനത്തിൽ തൃത്വത്തിലെ ഓരോ വ്യക്തിയും തൻ്റെ പ്രത്യേക സവിശേഷത വെളിപ്പെടുത്തുന്നു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നീ ദൈവിക ഐക്യതകളിൽ ഈ വസ്തുത വളരെ പ്രകടമാകും. നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം, തൃത്വത്തെ കംപ്ലീറ്റ് വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ എന്ന പ്രാർത്ഥന അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസ സത്യങ്ങളെ നമുക്ക് കാണാൻ പറ്റട്ടെ. കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റട്ടെ.